ഹലോ ഗൈസ്, രഘുവാണ്. ഇന്ന് 2 ആഗസ്റ്റ് 2025. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊന്ന് ഇന്നാണ് ജോർജ് കുട്ടി ധ്യാനത്തിന് പോയ ദിവസം. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ എന്ന രീതിയിൽ ഞാനിന്ന് ദുബായിക്ക് പോവുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ദെയ്ദിലാണ്. ദെയ്ദിൽ നിന്ന് ബസ്സിന് ദുബായിലേക്കല്ല, എത്തിസലാത്തിൽ നിന്ന് മെട്രോയിൽ ദുബായിലേക്കാണെങ്കിൽ ബുർജുമാൻ, അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് അവിടെ നിന്ന് പോകണം. അതാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ. അതുകൊണ്ട് തന്നെ അതിനുള്ള പരിപാടി നോക്കി ഞാനിപ്പോൾ ബസ്സിന് വെയിറ്റിംഗ് ആണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി പോകാൻ. രാവിലെ 7:30 ദെയ്ദ് ബസ് സ്റ്റേഷനിൽ എത്തുന്ന ദുബായ് RTOയുടെ ബസ്സിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞാനങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് സമയമെടുക്കും എത്തിസലാത്ത് മെട്രോ സ്റ്റേഷനിലെത്താൻ. ആ സമയം സിനിമ നോക്കാനോ പാട്ട് കേൾക്കാനൊക്കെ ഞാൻ ഉപയോഗിക്കും. ബസ്സിലെ ഉള്ളിലെ കാഴ്ചകൾ ഇങ്ങനെയാണ്. വളരെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ കഴിയും. പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. മണൽ പരപ്പും കാര്യങ്ങളൊക്കെ കാണാൻ കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ മെട്രോ സ്റ്റേഷൻ എത്തും. ഒരുപാട് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. 1 മണിക്കൂർ ടൈം എടുത്തിട്ടുണ്ട് മെട്രോ സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇതാണ് എത്തിസലാത്ത് മെട്രോ സ്റ്റേഷൻ. പുറത്ത് ബസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ബസ് സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. മെട്രോ ആണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. മെട്രോയിലേക്ക് നടക്കുക. അങ്ങനെ മെട്രോൻ്റെ അകത്ത് കയറി ഇനി പ്ലാറ്റ്ഫോം 2 നോക്കിയിട്ടുള്ള നടത്താണ്. അവിടെ നിന്ന് സിറ്റി സെൻറ്റർ ഏരിയയിലേക്കാണ് എനിക്ക് പോകേണ്ടത്. ആദ്യം പ്ലാറ്റ്ഫോം നമ്പർ 2 ബസ് ട്രെയിനുള്ള വെയിറ്റിംഗ് ആണ്. ട്രെയിൻ വന്ന് ട്രെയിനിൽ കയറി ഇനി സിറ്റി സെൻറ്റർ ഏരിയയിലേക്കുള്ള യാത്രയാണ്. സിറ്റി സെൻറ്റർ ഏരിയയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിലാണ് പോകുന്നത്. അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും ബർത്ത്ഡേ ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ യാത്ര തുടരുകയാണ്. മെട്രോ എന്നുള്ള പുറത്തെ കാഴ്ചകൾ. സിറ്റി സെൻറ്റർ ഏരിയയിൽ അങ്ങനെ എത്തി. സിറ്റി സെൻറ്റർ ബേര മാളിനകത്തുള്ള ഡബിൾ ഡ്രിങ്ക്സ് കഫേയിലേക്കാണ് ആദ്യം പോയത്. ഇവിടെയുള്ള ബർത്ത്ഡേ ഓഫർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡ്രിങ്ക് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു ഡ്രിങ്കും കൂടി ഫ്രീ ആയിട്ട് വരും. നമ്മുടെ എമിറേറ്റ്സ് ID കാണിക്കണം. നമ്മുടെ ബർത്ത് ഡേറ്റ് കാര്യങ്ങളൊക്കെ അത് നോക്കിയെടുക്കും. അങ്ങനെയുള്ളൊരു പരിപാടി ഇവിടെ ഉണ്ട്. സോ അതൊന്ന് ട്രൈ ചെയ്തു. ഇത് ഫ്രീ അല്ല, നമ്മളൊരു ഡ്രിങ്ക് വാങ്ങിക്കണം. അതിനൊരു 16 dirhams അറൗണ്ടുള്ള ടൈപ്പ് ഓഫ് ഡ്രിങ്ക്സ് ആണ് ഇവിടെ അവൈലബിൾ ഉള്ളത്. അതിൽ ഞാൻ 2 ഡ്രിങ്ക്സ് പറഞ്ഞു കൊടുത്തു ചങ്ങായി അങ്ങനെ 2 നോക്കിയാണ് എനിക്ക് അവിടുന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ കണ്ടതിൽ ഇഷ്ടപ്പെട്ട രണ്ട് പേര് പറഞ്ഞു. അങ്ങനെ ചങ്ങായി സെറ്റ് ചെയ്ത് തരികയാണ്. എമിറേറ്റ്സ് ID ഒക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചങ്ങായിയുടെ പരിപാടികളൊക്കെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. സംഭവം നല്ല രീതിയിൽ മേക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഒരു ഐറ്റം വാങ്ങിച്ചു. അതൊരു ഫ്രീ ഐറ്റംസ് അല്ല, ഒന്ന് വാങ്ങിക്കുമ്പോൾ മറ്റൊന്ന് ഫ്രീ. അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാണ്. സാധനം ഓക്കെയാണ്, സെറ്റാണ്. നല്ല ടേസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കുടിച്ചു തീർക്കാൻ ഇച്ചിരി സമയം എടുക്കും. അവസാനമൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കുടിച്ചു തീർത്തത്. പക്ഷേ എന്താണ്, ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. സംഭവം ഓക്കെയാണ്.
സിറ്റി സെന്റർ ദേര മാളിൽ നിന്നും ഇറങ്ങി നേരെ പോകുന്നത് എനർജി മെട്രോ സ്റ്റേഷനിലേക്കാണ്. എനർജി മെട്രോ സ്റ്റേഷനിൽ കുറച്ച് അകലെയാണ് ഗുരുദ്വാര. ഉച്ചഭക്ഷണവും അമ്പല ദർശനവും ഇവിടെയാക്കാം എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. അങ്ങനെ എനർജി മെട്രോ സ്റ്റേഷൻ ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്.